പൂർണ്ണമായി നശിച്ചപ്പോൾ ലോകമില്ല, ഏതാണ്ട് നശിച്ചു തോന്നുമ്പോഴായിരിക്കും കൽക്കിയായി ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മളൊന്നും എന്തായാലും ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാണ്ട് പരിഭ്രമിക്കാൻ പോകാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഭഗവാന്റെ നാമം കൃത്യമായി ജപിച്ച് ഈശ്വര ഭേദത്തോട് കൂടിയിട്ട് നമ്മുടെ ലോകത്തെ നമുക്ക് ഏറ്റവും വിശുദ്ധിയുള്ളതാക്കി മാറ്റാം. ഇത്രയും പറഞ്ഞു. അതിനുശേഷം അടുത്തതായിട്ട് പരീക്ഷത്തിനോട് പറയുകയാണ്. പരീക്ഷത്തിൽ അങ്ങ് മനസ്സിലാക്കും, കൂടുതലൊന്നും പറയാനില്ല. ബ്രഹ്മം എന്നാൽ എന്താണെന്ന് കൃത്യമായിട്ട് ചെയ്തു. ശരീരം ഉണ്ടായതാണ്. ഉണ്ടായ ശരീരം എന്തായാലും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൈശവം വന്നു, അത് പോയി. യൗവനം വന്നു, അത് പോയി. ഇനി വാർദ്ധക്യം വരും, അത് പോകും. സ്വാഭാവികമാണ്. ശരീരം ഒരിക്കലും അവസാനിക്കുന്നതാണ്. ശരീരം എന്നുള്ള വാക്കിന്റെ അർത്ഥം ശീര്യത്തെ ഇത് ശരീരം, നശിച്ചു പോകാനുള്ളതാണ്. ദേഹം ദഹിച്ചു പോകാനുള്ളതാണ്. അപ്പൊ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മതത്വത്തിന് പക്ഷേ വാസ്തവത്തിൽ യാതൊരു നാശവും ഒരിക്കലും ഇല്ല. അങ്ങ് ആത്മതത്വമാണെന്ന് തിരിച്ചറിയൂ എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷത്തിന് അത് കൃത്യമായിട്ട് മനസ്സിലായി. പരീക്ഷത്ത് മറുപടി പറയാൻ പരീക്ഷത്ത് പറഞ്ഞു, സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി ഭവതാ കരുണാത്മനാ. ഭഗവൻ, അല്ലയോ മഹർഷി, അങ്ങ് യാദൃശ്ചികമായിട്ട് വന്നു ചേർന്നു, ക്ഷണിക്കാതെ അങ്ങ് വന്ന് എൻ്റെ മനസ്സിലെ സംശയങ്ങൾ മുഴുവൻ തീരുന്നത് വരെ, ഭയാശങ്കകൾ മുഴുവൻ ഒഴിഞ്ഞു പോകുന്നത് വരെ എന്നെ ഉപദേശിച്ചില്ലേ. എനിക്കിനി ഒന്നും കേൾക്കേണ്ടതായിട്ടില്ല. ഞാനിതാ എൻ്റെ ജീവനെ ഭഗവാനിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു. ശരീരം എപ്പോൾ വേണമെങ്കിലും വീണുപോയി കൊള്ളട്ടെ. നമുക്ക് ഭാഗവതം കേട്ടിട്ട് പരീക്ഷത്ത് മരിച്ചു പോയില്ലാതെ ചിലത് ചോദിക്കാറുണ്ട്. മരിച്ചു പോകും, അത് തീർച്ചയായിട്ടും സംഭവിക്കും. അത് ശരീരത്തിന്റെ വിഷയമാണ്. ആത്മതത്വത്തിന് യാതൊരു മോശമില്ല എന്നർത്ഥം. അതൊരിക്കലും ഒരു കാരണവശാലും നശിക്കാത്ത ഒന്നാണ്. അതാണ് തന്റെ ഉള്ളിലൊന്ന് തിരിച്ചറിവോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ നിമിഷം മരിച്ചു കൊള്ളട്ടെ, ഒരു മാസം കഴിഞ്ഞ് മരിച്ചു കൊള്ളട്ടെ, എപ്പോഴെങ്കിലും മരിച്ചു കൊള്ളട്ടെ, എനിക്ക് ലവലേശം മരണത്തെക്കുറിച്ച് ഭയമില്ല. സുഗതകുമാര ടീച്ചറിന്റെ ഒരു കവിതയുണ്ട്, മരണത്തോട് എന്ന് പറയും. അതിൽ പറയും, എനിക്ക് പേടിയില്ലെനിക്കുനോ ശരിക്കു കണ്ടേനിന്നു ദർശിച്ചേനതിനെ ഞാനിന്നതിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പരീക്ഷത്തെ ഇങ്ങോട്ട് പറഞ്ഞതോടുകൂടി ശേഷിക്കണം അറിയിക്കുവാൻ. അവിടെയാണ് ഉപദേശം അവസാനം. കാരണം കേൾക്കുന്നവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു എന്ന് അറിയുമ്പോഴാണ് ഉപദേശം അവസാനിപ്പിക്കുക. ശരി, ഉപദേശം അവസാനിപ്പിക്കുന്നു. ഈ പരീക്ഷത്തിനെ കഴിക്കാൻ വേണ്ടി തക്ഷകൻ പുറപ്പെട്ടു. തക്ഷകൻ വരുമ്പോൾ കശ്യപൻ എന്നൊരു മഹർഷി മനസ്സിലാക്കുകയാണ്, തക്ഷകൻ കഴിക്കും പരീക്ഷത്തിന്. അവിടെ പോയിട്ട് രക്ഷിച്ചാൽ എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുമെന്ന് കരുതി കശ്യപൻ പുറപ്പെട്ടു വരുന്നു. കശ്യപനും തക്ഷകനും തമ്മിൽ കണ്ടുമുട്ടുന്നു. ചോദിച്ചു തക്ഷകൻ, അങ്ങ് എവിടേക്ക് പോകുന്നു? ഞാൻ ആ രാജാവിനെ പാമ്പ് കടിക്കും, ആ പാമ്പ് കടിക്കുന്ന രാജാവിനെ രക്ഷിച്ചാൽ എനിക്ക് ഒരു സമ്മാനം കിട്ടുമെന്ന് ചോദിച്ചിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ തക്ഷകൻ പറഞ്ഞു, ഞാനാണ് തക്ഷകൻ, അങ്ങേക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതൊന്നുമല്ല, ഞാൻ വിഷമിറക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. ആൽമരത്തിലേക്ക് കൊണ്ട് കടിക്കുന്നു തക്ഷകൻ. നിമിഷം കൊണ്ട് ആൽമരം ആകെപ്പാട് ഭസ്മായി പോകുന്നു, ഒരു പിടി ചാരമായി തീരുന്നു. അപ്പൊ തക്ഷകന് മനസ്സിലായി, ഞാൻ പോയി കടിച്ചാലും ഇദ്ദേഹം രക്ഷിക്കുന്നത് മനസ്സിലായി. അവിടെയാണ് തൻ തർപ്പയിത്വാദ്രവിണൈഹി വിധിവർത്തിയ വിഷകാരിണം, തർപ്പിച്ചുകൊണ്ട് ധാരാളമായിട്ട് പണം വാരിക്കോരി കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് രാജാവിനെ രക്ഷിക്കാൻ പറ്റുന്ന ഉറപ്പൊന്നുമില്ല. അഥവാ രക്ഷിച്ചാൽ കിട്ടുമായിരുന്ന പണം ഇവിടുന്ന് ഇപ്പോഴേ കിട്ടിയപ്പോഴോ കശ്യപൻ വിചാരിച്ചു പാമ്പ് കടിക്കുന്നത് രാജാവിന്റെ വിധിയാണ്. വ്യത്യാസം. ഈ സ്വജനപക്ഷപാതവും കൈക്കൂലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കലി ആരംഭിച്ചല്ലോ. അതുകൊണ്ട് ഇതിനൊക്കെ തുടങ്ങാണ്. ഏതായാലും കശ്യപൻ പോന്നു, തക്ഷകൻ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴത്തേക്കും ഇവിടെ എന്താ കഥ, രാജാവിൻ്റെ അടുത്തേക്ക് ആൾക്കാരൊക്കെ ഇരിക്കുന്നു. അവര് വിചാരിക്കുകയാണ്, എന്താ തക്ഷകൻ വരാത്തെ?